എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഏകദേശം 5.5 ലക്ഷത്തോളം ഗവൺമെൻറ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എംപ്ലോയ്മെൻറ്റിലുള്ള എല്ലാവരും തന്നെ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ഈ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളുടെ ഒരു സ്വപ്നമാണ് എന്നെങ്കിലും അവർക്ക് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ഉണ്ട് ബിസിനസ് തുടങ്ങണം. ബിസിനസ് ഐഡിയ ആയിട്ട് ഇറങ്ങുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കും ഇതുപോലെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ഒത്തിരി ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു മേഖലയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന മേഖലയിൽ അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാകും. ഒരു പക്ഷെ അവർ സെയിൽസിൽ അവർ നല്ലതായിരിക്കും, അല്ലെങ്കിൽ HR അവർ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അവർ ഫിനാൻസിൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു ബിസിനസ് നടത്തി വിജയിപ്പിക്കണമെങ്കിൽ ഇത് മാത്രം പോരാ. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത്, ഒരു 20 സീരീസോളം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഈവൻ ബിസിനസ്സിലുള്ളവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ മേഖലയിലും എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ കൊണ്ട് ഒരു ഡിസ്കഷനാണ്, ഒരു പാനൽ ഡിസ്കഷൻ പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് തീർച്ചയായും പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നവർക്ക് വളരെ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം അവർക്ക് ഈ ബിസിനസ്സിൽ A to Z അറിയാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കിട്ടുന്നത്. പലപ്പോഴും അവർക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടാകും, പക്ഷെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ പുതിയ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പുതിയ മേഖലകളുണ്ട്. ലൈക്ക് ഓൺലൈൻ മാർക്കറ്റിംഗിൽ ആമസോണിലൊക്കെ നമ്മൾ എങ്ങനെ ലിസ്റ്റ് ചെയ്യും, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ലൈസൻസ് ആണ് ഓരോ ബിസിനസ്സിലും നമ്മൾ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കണം. ഇത് ബിസിനസ് ഇപ്പൊ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും ഇത്. കാരണം പല മേഖലകളിലും അടുത്തൊരു ഗ്രോണപ്പിലേക്ക്, അടുത്തൊരു സ്കെയിലപ്പിലേക്ക് അവരെ സഹായിക്കുന്ന ഒത്തിരി ഡിസ്കഷനും ഒത്തിരി അറിവും തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ അടുത്ത ഒരു 20 എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്കായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മൾ ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ടൊന്ന് വൈസിനോട് സംസാരിക്കാമെന്ന് വെച്ചത്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ശരാശരി മലയാളിയുടെ ഒരു നല്ലൊരു പങ്ക് ആൾക്കാർക്കും ഒരു ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും പറയും, കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് നമ്മൾ പറയും. അതായത് ജോലി ചെയ്യുമ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളൂ, ആ ഒരു സാലറി എന്ന് വേറെ രീതിയിലില്ല. മറ്റേതാകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പവേഴ്സ്, അവർ കാണുന്നത് അവരുടെ ഡയറക്ടേഴ്സിനെയും എല്ലാവരെയും കാണുമ്പോൾ ആ ഒരു പൊസിഷനിൽ നാളെ ആകണമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതെ, അംബീഷ്യസ് ആയിട്ടുള്ള ആവശ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് കൂടുതൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണ്ടർപ്രണർഷിപ്പ് വന്നാൽ മാത്രമേ ഗ്രോത്ത് സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ശരാശരി ആൾക്കാർ എപ്പോഴും വിചാരിക്കും ഒരു വർഷത്തിന് അല്ലെങ്കിൽ ഒരു സമയം ആവുമ്പോഴേക്കെങ്കിലും കുറച്ച് നാൾ, ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു 10 വർഷം വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത്, പാഷനായിരുന്നു. പക്ഷെ ഒരു ബീങ് എ ചാർട്ടർ അക്കൗണ്ടന്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാം എങ്ങനെയാണ് ഒരു ഫേം തുടങ്ങേണ്ടത്, അതിന്റെ കുറെ ടാക്സേഷനെ കുറിച്ചും മറ്റ് ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗ്രാഹ്യം ഉണ്ടോ. അതല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവും, HR വർക്ക് ചെയ്യുന്ന ആൾക്കാരാവും, ഇവരൊക്കെ ഒരു ഫേം തുടങ്ങുമ്പോൾ അവർക്ക് പലർക്കും മറ്റ് ഏരിയകൾ പലപ്പോഴും പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. അത് അവര് പലരും ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇവർ പലരും മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാർ ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാർ, ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കുറെ ഏരിയകളുണ്ട്. അവരെ അങ്ങനെയുള്ള ആൾക്കാരെ എവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള ഇപ്പൊ മെയിൻ ആയിട്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഫേം തുടങ്ങുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഫേമാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്. അപ്പൊ സാറിന് എന്റെ ഒരു ഫേം ഞാൻ തന്നെ ഓർക്കേണ്ടത്, ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമാണ് 93 തുടങ്ങുന്നത്. അപ്പൊ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാള് കഴിഞ്ഞ് ഒരു ടേൺ ഓവറൊക്കെ വലിയ ടേൺ ഓവർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ചാർട്ടർ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കണം, കാരണം ഇത്രയും ഒരു പ്രൊപ്പറേഷൻ. പക്ഷെ പ്രൊപ്പറേറ്റർഷിപ്പിൽ കുറെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ലിമിറ്റഡ്. അപ്പൊ ഞാൻ കമ്പനിയിലുണ്ട്. അതെ രണ്ട് മനസ്സിലായിട്ട്. അപ്പൊ അന്ന് എനിക്കത് തന്നെ തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പോയൊരു പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങും, ഒറ്റയ്ക്കല്ലേ ഒരു ഫേം എന്നുള്ള രീതി തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ളവരോട് അപ്പൊ ഏത് ടൈപ്പാണ്, അതൊക്കെ എങ്ങനെ ചൂസ് ചെയ്യുക, നമ്മൾ ഏത് ടൈപ്പ് തുടങ്ങണമെന്നുള്ളതൊക്കെ? അതിനൊരു എക്സാമ്പിളോട് പറയാം. നമ്മളെ പലരും കമ്പനി അല്ലെങ്കിൽ അതിന്റെ പ്രസ്ഥാനം തുടങ്ങണം എന്ന് പറയുമ്പോൾ ആസ്പിറേഷൻ ഭയങ്കര ആംബിഷ്യസ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ, സാർ ഒരു കമ്പനി തുടങ്ങണം, നമ്മൾ തുടങ്ങാം.
പക്ഷെ ആദ്യം നിങ്ങളൊന്ന് വന്ന് മീറ്റ് ചെയ്യും. കാരണം അവരെ ആ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അവരെ വരുത്തി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ കമ്പനി ആയിരിക്കില്ല, പാർട്ണർഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ കാരണം കമ്പനി എന്ന് പറഞ്ഞ അവര് വേർഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ ആണെങ്കിലും ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ച്, കാരണം എനിക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ എന്താണ് ആവശ്യങ്ങൾ, നിങ്ങളുടെ വിഷൻ എന്താണ്, ആ വിഷനും നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്, നിങ്ങളുടെ സർവീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ഫോമാറ്റിലുള്ള ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ധാരാളം മതിയാവും. ബിക്കോസ് ചില ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഈ പ്രൊഡക്റ്റിന്. പുള്ളി ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, അത് തെറ്റില്ലാണ്ട് പോകുന്നുമുണ്ട്. പുള്ളിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്കെയിലോട്ട് പോകാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ സാറ്റിസ്ഫൈ ആയി പോകാൻ ഇത് ധാരാളം മതിയാവും. കാരണം മാർക്കറ്റ് എക്സിസ്റ്റിംഗ് ഉണ്ട്. നേരെ മറിച്ച് ഒരു R&D അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കാര്യങ്ങൾ വരുന്ന ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു പിള്ളേരാണ് വരുന്നത്, സ്റ്റാർട്ടപ്പ് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു പോസിബിലിറ്റി റിക്വയർമെന്റ് വരും. അപ്പോ അത് നാളെ ഒരു ഡൈല്യൂഷനിലോട്ട് പോകണം, നാളെ ഒരു സീഡ് റൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് വേറെ രീതിയിൽ ബൂട്ട് സ്ട്രാപ്ഡ്, അതായത് നമ്മൾ പറയും നമ്മുടെ തന്നെ ഫണ്ടിങ് നമുക്ക് ആവശ്യത്തിനുണ്ട്, അപ്പൊ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നോർമൽ ഒരു പാർട്ണർഷിപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസുകളൊക്കെ എഴുതി ഒരു റീസണബിൾ ആയിട്ടുള്ള ടാക്സും കൊടുത്ത് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വിഷൻ വളരെ മാറ്റർ ചെയ്യും. ഫ്യൂച്ചർ വിഷൻ എത്രത്തോളം വളരെ ആഗ്രഹിക്കുന്നുള്ളത്, പിന്നെ പ്ലസ് അവരുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റ് സർവീസ് ഇവർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ്, മാർക്കറ്റ്, ഇവർ ഡീൽ ചെയ്യാൻ പോകുന്ന മാർക്കറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അഡ്വൈസ് കൊടുക്കുമ്പോൾ. അപ്പൊ അതിന് അവരെ സ്ട്രേറ്റ് അവേ നമ്മൾ ഒരു സാധനം തുടങ്ങുക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു അഡ്വൈസ് കറക്റ്റ് കൊടുക്കാത്തതാണ് പലരും ഇവിടെ കമ്പനികൾ തുടങ്ങുക അപ്പൊ തന്നെ ഒരു ഇതായിട്ട് പോകും. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുക എന്നുള്ളതും അതുപോലെ അടയ്ക്കുക എന്നുള്ളതും വലിയൊരു ചടങ്ങാണ്. അത് പലപ്പോഴും എനിക്ക് പലരും വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഭാവിയിൽ കുറെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാരണം അവരൊക്കെ ഡയറക്ടർ ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലോട്ടൊക്കെ എത്തുന്നുണ്ട്. കാരണം അവരറിയുന്നില്ല, അവർ തുടങ്ങും, ആവേശത്തിൽ തുടങ്ങി കഴിയുമ്പോൾ അത് സ്ട്രൈക്ക് ഓഫ് അല്ലെങ്കിൽ ക്ലോഷർ ചെയ്യാനുണ്ട് എന്നുള്ള ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്നുള്ളത് നോക്കില്ല. തുടങ്ങി ശരിയായില്ല, അവിടെ ഇട്ടിട്ട് പോയി. നാളെ ആ പുള്ളി വേറൊരു കമ്പനിയുടെ ഡയറക്ടറോ അങ്ങനെ എന്തെങ്കിലും ആവുമ്പോഴായിരിക്കും പുള്ളി ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ള സത്യം അറിയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ 5 years ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ ഹ്യൂജ് ഫൈൻ ഒക്കെ MCA കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്രത്തോളം പിന്നിൽ ചാർജസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പൊ തീർച്ചയായിട്ടും ഹെവി പെനാൽറ്റി വരും. അപ്പൊ ഇതൊരു എടുത്തിയാട്ടമായതിന് പകരം സംസാരിച്ച് ക്ലാരിറ്റിയോടെ ചാർട്ടർ കൊണ്ട് സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ഫോമാറ്റിലാണ് നമ്മൾ. എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട് ചില ആൾക്കാർ ഒരു കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്ന് പറയണതിന്റെ ആ ഒരു ഇമേജിനെ നോക്കിയിട്ട്, ആ ഒരു ഇമേജ് നോക്കിയിട്ടും ചിലർ കമ്പനി തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതും പറയാറുണ്ട്. ചിലത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പോകുമ്പോൾ റിക്വയർമെന്റ്, അതായത് നമുക്ക് ഒരു ഡയറക്ടർ ഓഫ് കമ്പനി അല്ലെങ്കിൽ ഡൈല്യൂഷൻ ഷെയർ അല്ലേ നമുക്ക് പറയാൻ പറ്റും. പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത്ര ശതമാനം എന്ന് പറഞ്ഞേക്കാളും ഡൈല്യൂഷനിൽ വരുമ്പോൾ വാല്യൂഷൻ ഇൻവോൾവ് ആണ് എല്ലാം വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും. പക്ഷെ അത് ആ റിക്വയർമെന്റ് ഉള്ള ഒരു സ്ഥാപനമായിരിക്കണം. ഈ പറഞ്ഞ പോലെ ഫണ്ടിങ് ഒക്കെ കിട്ടാനായിട്ടാണ് എപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും, വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ വരണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ലീഗൽ സ്റ്റേച്ചർ ഉണ്ട്. അപ്പൊ നാളെ നമുക്ക് ആ ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് NCLT വഴിയാണെങ്കിൽ ശരി, ഏതെങ്കിലും വഴി ശരി പുറകെ പോകണമെങ്കിൽ തന്നെ ദേ ഹാവ് സോഴ്സ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് സീക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഫണ്ടിങ് സീക്ക് ചെയ്യുന്ന കമ്പനി തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് വി പ്രിഫർ. അതുപോലെ എനിക്ക് തോന്നുന്നു പുതിയ ഏതെങ്കിലും കൺസെപ്റ്റ് ഒക്കെ ആയിട്ടുള്ള സാധനമാണെങ്കിലും ആൾക്കാരെ അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, ഏത് ടൈപ്പ് ബിസിനസ് ആണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് സെല്ലിങ്ങിനൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓൾവേസ് നമുക്ക് നല്ലത് പ്രൈവറ്റ്. ചിലർ ഈ IT സെഗ്മെന്റ് വരുമ്പോഴത്തേനും അവര് പ്രോഗ്രാംസ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ആ സ്റ്റേജ് ആയിരിക്കുള്ളൂ. സോ അവർക്ക് ഫണ്ട് തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ റിക്വയർമെന്റ് വന്ന ഒരു ക്രൗഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയായിരിക്കും വേണ്ടത്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഓഫർ. ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് സെൽ ഓഫ് ചെയ്യാനുള്ള ഒന്നുമില്ല മാർക്കറ്റിലോട്ട്. അവർക്ക് വീണ്ടും വേണ്ടത് വാല്യൂഷൻ ആയിരിക്കും, വീണ്ടും വേണ്ട ഫണ്ട് ആയിരിക്കും ആ പ്രോഡക്റ്റ് ഇറങ്ങണ വരെ. അപ്പൊ അതുള്ളൂ. നേരെ മറിച്ച് റീറ്റെയിൽ സെഗ്മെന്റ് എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഓട്ടോമാറ്റിക് റൂട്ടാ. അത് ഇന്റേണൽ സിസ്റ്റംസ് റെഡി ആയാൽ മതി, അത് പാർട്ണർഷിപ്പിലായാലും ധാരാളം ഓടിക്കോളും. അപ്പൊ അതിലൊരു ക്ലിയർ സ്ട്രക്ചർ ആയി. പിന്നെ ചിലർക്ക് പേടിയുണ്ട്, പാർട്ണർഷിപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രശ്നമുണ്ട്. അവർക്ക് പ്രിഫേർഡ് LLP ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെക്യൂർ ചെയ്യുന്ന ഒരു ലയബിലിറ്റി ഉണ്ട്. ഒരു പാർട്ണേഴ്സിന് ഇത്ര ലിമിറ്റഡ് ലയബിലിറ്റി വരുള്ളൂ. അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് വരെ അവർക്ക് ഉള്ളൂ എന്നുള്ളത് ആ ഫേമില്. അപ്പൊ അത് വരുമ്പോഴത്തേന് LLP നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. LLP വളരെ നല്ല മൂവിൽ ഇപ്പൊ പോകുന്നുണ്ട്. ബിക്കോസ് കമ്പയർ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കംപ്ലൈൻസുകൾ കുറച്ച് റിലേറ്റീവ്ലി റിലാക്സ്ഡ് ആണ്. ഈ പ്രത്യേകിച്ചും ലോൺ എടുക്കാനും കാര്യങ്ങൾക്ക്, ലോൺ എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ലോൺ കാര്യങ്ങൾ ഡയറക്ടേഴ്സിന് മാത്രമേ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ മേടിക്കാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ്.
പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വേറൊരു ഫേം തുടങ്ങുമ്പോൾ പല ചാർട്ടർ അക്കൗണ്ട്സ് പലരും ഞാൻ കണ്ടേക്കണത് IT ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വർഷാവസാന കണക്കുകൾ കൊടുക്കുക. അത് നമ്മൾ പറയുന്ന ഡേറ്റ് ഇപ്പൊ ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ദിവസം കൊണ്ടുപോയി കൊടുക്കുക. എങ്ങനെയെങ്കിലും ഒരു എന്താ പറയാ ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങ് പോലെയുള്ള ടാക്സ് എത്രയാന്ന് വെച്ച് അടച്ച് ഒരു ബാലൻസ് ഷീറ്റ് ഒപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു ചാർട്ടർഡ് അക്കൗണ്ടന്റ് അതായിരിക്കാൻ പാടില്ല. അതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് പലരും അറിയുന്നത്, പലപ്പോഴും പല ആൾക്കാരും അറിയുന്നത് എന്തെങ്കിലും പെനാൽറ്റിയോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നമ്മളിപ്പോ പറഞ്ഞു ഒരു കമ്പനി നമ്മൾ അല്ലെങ്കിൽ ഒരു LLP നമ്മൾ ഫ്ലോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നുള്ള രീതിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഒരു ഫേമിന് എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് സപ്പോർട്ടസ് കൊടുക്കാൻ പറ്റുന്നത്? ജെയിംസ്, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ചാർട്ടർ അക്കൗണ്ട് കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാവരും പോസ്റ്റ്മോർട്ടമാണ് ചെയ്യണത്. ഈ കഴിഞ്ഞു ചത്തു മുന്നേ ജാതകം എടുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ സത്യമാണ്. കാരണം അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വിൻഡോ ഡ്രസ്സിങ് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള പ്രോഫിറ്റ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കിന്റെ ആവശ്യമുള്ള രീതിയിൽ ആക്കി കൊടുക്കുക. പണ്ട് കാലത്ത് നിന്ന് 3 ബാലൻസ് ഷീറ്റ് 3 തലത്തിലായിരിക്കും. ബാങ്കിന് കൊടുക്കുന്ന സെയിൽസ് ടാക്സ് കൊടുക്കുന്നത്. ഇപ്പൊ ഏതായാലും അത്രയും മാറി. പക്ഷെ സ്റ്റിൽ ആവശ്യത്തിനുള്ള വിൻഡോ ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചടങ്ങിലോട്ട് പോവുക. നേരെ മറിച്ച് നമ്മളത് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അവിടെ ഫെയിൽ ആവുന്നുണ്ട് പോലെ. അപ്പൊ അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എത്രത്തോളം അഡ്വൈസറി റോളിലോട്ട് വരാൻ പറ്റുന്നുള്ള ഒരു മനസ്സിലാകുന്നില്ല. BBV സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ ഏറ്റവും കൂടുതൽ വാല്യൂഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഫേമിലോട്ടാണ്. അത് ഞാൻ നല്ല സന്തോഷത്തിൽ പ്രൗഡായിട്ട് പറയും. ബിക്കോസ് ഞങ്ങൾ വാല്യൂഷനിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ബിക്കോസ് ഈ സാധനം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇത് ബ്രെഡ് ആൻഡ് ബട്ടർ പോലത്തെ ഒരു കൊല്ലത്തിന്റെ അവസാനം കിട്ടുന്ന ഒരു ബോണസ് പോലത്തെ, ബട്ട് കൺസൾട്ടിങ് പോലത്തെ ഒരു കാര്യങ്ങളിലോട്ടാണ് പോകേണ്ടത്. അതായത് ഒരു ഫേം വളരണമെങ്കിൽ അവർക്ക് സ്ട്രാറ്റജീസ് വേണം. അവരുടെ സ്ട്രാറ്റജികൾ അവർക്കുണ്ടാവും. മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ ഫിനാൻസുകാരന് അത്ര റോൾ ഉണ്ടാവില്ല. പക്ഷെ ഓരോ ഡിസിഷനിലും ഫിനാൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും ഓരോ സ്റ്റേജസ് ഡൈവേഴ്സിഫിക്കേഷൻ പോവാണ്, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്, അതിന് മാർക്കറ്റ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനത്തെ എക്സ്പാൻഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പോകുമ്പോഴും ഒരു സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരാളാണ് CA. അത് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്തു എന്ന് പറയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അത് ഏത് സൈസ് ഓഫ് ഫേം ആയിക്കോട്ടെ. ഞാൻ വളരെ താഴെ കിടക്കുന്നതല്ല പറയണേ. ഒരു മിഡ് സൈസിൽ വന്ന് തുടങ്ങി അവർക്ക് ഗ്രോത്ത് പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷൻ ക്ലിയർ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ, അവർ ആ ബേസ് തൊട്ട് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഡേ ടു ഡേ പറ്റുവാണെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു പാർട്ണറാണ്, ബിസിനസ് പാർട്ണറാണ് ആക്ച്വലി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അങ്ങനെയായി മാറണം. അതിന്റെ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഫിനാൻസ് ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സെഷൻസ്, അവർ ഈ പറഞ്ഞ പോലെ നമ്മള് GST ലോവും ടാക്സേഷൻ ലോ എല്ലാം മിനിറ്റിന് GST പ്രത്യേകിച്ച് മിനിറ്റിനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മള് അപ്ഡേഷൻ അവരുടെ ടീം സെറ്റ് അല്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം നമുക്കായിട്ട് നാളെ തന്നെ നമ്മളാണ് ഒപ്പിടേണ്ടത്. അപ്പൊ നമ്മൾ അവരെ റെഡിയാക്കി വെക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയായി വരുവാണ്. അതിന് വാല്യൂ കൊടുക്കണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ വാല്യൂ കൊടുത്തത് ചെയ്യണം എന്നാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലം ഒരു ഒപ്പിടൽ വളരെ റിസ്ക് ആയിട്ട് മാറുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. അതൊരു വാല്യൂ അഡീഷൻ ആയിട്ട് തന്നെ കരുതി, പ്ലസ് ആ ഗ്രൂപ്പ് വളരണേ അല്ലെങ്കിൽ ആ ഒരു ഫേം വളരണേന്റെ വലിയൊരു പങ്ക് നമുക്കും കൂടി ഉണ്ട് എന്നുള്ളത് ആവേണ്ടത് നമ്മുടെ ആവശ്യം കൂടി ആയി മാറുകയാണ്. അതിന് നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുന്ന ആൾക്കാരുമാണ്. ഇപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് റെഡിയാക്കി കൊടുക്കുന്നു. അത് കൂടാതെ നമ്മളിപ്പോ അതിന് നമ്മൾ സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഫീ ഉണ്ടാവുമല്ലോ ടെക്നിക്കലി. അതിന്റെ പുറത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്റെ ബിസിനസ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേണം, അതുവഴി എനിക്ക് കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ്, ഏതൊക്കെ ഏരിയയിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ഏരിയയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് പഠിക്കാനുണ്ടാവും. പക്ഷെ വറീസ് പറഞ്ഞ പോലെ പലപ്പോഴും ആ കണക്കെല്ലാം തീർന്നു കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരിക, അതിനെ എന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കുന്നു പറയുന്നതിന് പുറത്ത് നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും. ഇങ്ങനെ ഒരു കാര്യം കൺസൾട്ടന്റ് പോലെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ അത് മാത്രമായിട്ട് നമുക്ക് നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് റിട്ടേൺ, സാധാരണ എല്ലാവരും റിട്ടേൺ കൊടുക്കുന്ന അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് എവറി മാസം അല്ലെങ്കിൽ ക്വാർട്ടറിൽ അവരുമായിട്ട് ഇരിക്കുന്നിട്ട് അങ്ങനെ ഒരു സർവീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ VBV ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നമുക്ക് കൺസൾട്ടിങ് ഞാൻ എപ്പോഴും ഓണ്ടർപ്രണർ പറഞ്ഞത്, നിങ്ങൾ കച്ചവടം നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു ബേസിക് കാര്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അത് ഒരു ബാലൻസ് ഷീറ്റ് എന്റെ സ്ഥാപനം എന്താ ചെയ്യണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ, വലിയ ഡെപ്തിൽ ടാക്സിന്റെ കാര്യങ്ങളൊന്നും അറിയാനില്ല, കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്തു പോകുന്നുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളെ പെട്ടിയിൽ എന്താണെന്നുള്ളത് നോക്കണില്ല. 3 ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് നമ്മൾ ഒരാൾ ടേൺ ഓവർ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്.
ടേൺ ഓവർ നമ്മൾ സ്കെയിൽ ചെയ്യണതനുസരിച്ച് നമ്മൾ ആവുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഇബിറ്റയാണ്, അതായത് നേരെ താഴെ കിടക്കുന്ന സാധനം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ 1 കോടി ചെയ്ത് 20% ഉണ്ടാക്കണമെന്നും 5 കോടി ചെയ്തിട്ട് 3% ഉണ്ടാക്കണമെന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 കോടി ചെയ്ത് 20% ഉണ്ടാക്കണം ഈ ടെൻഷൻ ഇല്ല. നേരെ മറിച്ച് അതേ ഉത്തരം തന്നെ എനിക്ക് മാറി പറയേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലത് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ റീറ്റെയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ടേൺ ഓവർ വലിയൊരു വ്യത്യാസമാണ്. അവർക്കൊരു എക്സിറ്റ് പ്ലാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടേൺ ഓവറിന്റെ ബേസ്ഡ് ആണ് എക്സിറ്റ് പ്ലാൻ വരുന്നത്. അപ്പൊ 100 കോടി ചെയ്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എക്സിറ്റ് പ്ലാൻ ഭയങ്കര എളുപ്പമായിട്ട് വരും. അപ്പൊ അവനെ സംബന്ധിച്ച് അപ്പൊ അവൻ ആ മറ്റേ കാറ്റഗറി പെടാൻ പറ്റില്ല, 1 കോടിക്ക് 20%. ഓരോരുത്തരുടെയും ബിസിനസ് നേച്ചർ വെച്ചിട്ടാണ്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്, മൂന്നാമത് ക്യാഷ് ഫ്ലോ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അവര് ബാങ്ക് ഓടി തരുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് ആയി. അപ്പൊ അതിന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ക്യാഷ് ഫ്ലോ. ടേൺ ഓവർ നെറ്റ് പ്രോഫിറ്റിനെക്കാളും സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഊങ്ങലോട് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ വിട്ടു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് വിട്ടു, അതായത് ഫിക്സഡ് അസറ്റിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ആവാം, ചിട്ടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, വാട്ട് എവർ സോഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റിന്റെ സൈക്കിൾ ആവാം, ഡെറ്റേഴ്സിന്റെ കളക്ഷൻ പീരീഡ് ആവാം, ഇതെല്ലാം ഇതിൽ ഇൻവോൾവ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. ഈവൻ ഇപ്പൊ MSMEയുടെ പുതിയ സെക്ഷൻ വന്നേക്കുന്നതനുസരിച്ച് വരുമ്പോഴത്തേക്കും ഡിസലവൻസിന്റെ ഒരു പെരളിയാണ് വരാൻ പോണത്, 43BH എന്ന് പറയുന്ന സംഭവം വരുമ്പോഴത്തേനും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡിസലവൻസ് വരുമ്പോഴത്തേനും നമുക്ക് പേയ്മെന്റ്സ് സ്പീഡ് ആക്കേണ്ടി വരും MSME സെഗ്മെന്റിലുള്ള ആൾക്കാർക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സെഷൻ വരുന്നുണ്ട് നാളത്തേക്ക്. അപ്പോ അതിപ്പോ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് ഡിസലവൻസ് വരും. അപ്പൊ അങ്ങനെ ഗുണമുണ്ടല്ലോ. ചില കേസ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തരേണ്ടത് അവരുടെ ആവശ്യമായിട്ട് മാറും. ക്യാഷ് റൊട്ടേഷന്റെ മാർക്കറ്റ് വലിയ പ്രശ്നമായിട്ട് വരും. ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരും. അത് ശരിക്കും മാർച്ചിൽ മാത്രമേ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. മാർച്ചിലോട്ട് എത്തുമ്പോഴാണ് നമ്മളെ കൂടുതൽ. അപ്പൊ എനിക്ക് ഫെബ്രുവരി മാർച്ച് മാസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന അവസാനം ജൂലൈയിൽ മറ്റേ സെപ്റ്റംബറിൽ കൊണ്ട് അക്കൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞാണ് ടാക്സ് അത്രയും അടയ്ക്കുന്നത്. അത് ഗവൺമെന്റ് എനിക്കാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഒരു എക്സസ് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള പ്രദേശിലുമാണ് MSFIന് സപ്പോർട്ട്. ഒരു നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മൂവുകളാണ്. നമ്മൾ ആദ്യം ബാങ്കിന്റെ കാര്യങ്ങളോട്ട് എല്ലാം മാക്സിമം എത്തിക്കുന്നു. അത് കഴിയുമ്പോൾ MSME വരുമ്പോഴത്തേന് ഉദ്യോഗാധാർ എടുപ്പിച്ച് എല്ലാവർക്കും അതിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയിപ്പിക്കുന്നു. അപ്പൊ എല്ലാവരും MSMEയിലോട്ട് എത്തി. MSME എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു സെക്ഷൻ വരുന്നു. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ ഡിസൈൻഡ് പ്ലാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് തെറ്റല്ല പറയണേ, നല്ലതാണ്. ബിസിനസിന്റെ ഒരു ഗ്രോത്തിനും ഒരു സസ്റ്റൈനബിലിറ്റിക്കും അതൊരു നല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഇനിയിപ്പോ അറിയില്ല, ഇനിയിപ്പോ ഒരു ഇന്ററിം ബഡ്ജറ്റ് കഴിഞ്ഞുള്ളൂ, ഇനിയിപ്പോ ഫൈനൽ ബഡ്ജറ്റ് വരുമ്പോഴത്തേനും അതിന് ചെറിയൊരു റിലാക്സേഷൻ കൊടുത്ത് കുറച്ചും കൂടി ഡെഫർ ചെയ്യാനും മതി. ആസ് ഓഫ് നൗ ഇപ്പൊ ആ റൂൾ ഉണ്ട്, നിയമം ആക്ഷനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മള് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഈ ഒരു 3 ഏരിയ മിനിമം ഒരാള് ഒരു ബാലൻസ് ഷീറ്റ് നോക്കി മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഓണ്ടർപ്രണറിനുണ്ട്. ആ മാനേജ്മെന്റ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ കച്ചവടം ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഓടിയൊക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് പെട്ടിയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ പൈസ അതുപോലെ കിടക്കുകയും കിട്ടാനായിട്ട് ഈ പ്രശ്നങ്ങളിലോട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്ത് നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ വലിയൊരു മെന്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ റോൾ ഉണ്ട് അതില്. മെന്ററിങ് ഒരു പ്രോസസ്സാണ്. ഒരു കച്ചവടം ചെയ്യുമ്പോൾ ചെയ്തു തുടങ്ങുന്നത് നമ്മൾ കൺസൾട്ടിങ് ചെയ്യണത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഒരു സംഭവം തുടങ്ങുമ്പോൾ ഇന്ന പാരാമീറ്റേഴ്സ് നോക്കുക. അതിലെല്ലാത്തിനും നമ്മൾ എക്സ്പേർട്സ് ആയിക്കില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ബ്രാൻഡിങ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ്, അതിന് അതായത് ആൾക്കാർ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം, ചെയ്യണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റെലവൻസ് ഉണ്ട്, അതുകൊണ്ട് അതിൽ ആക്റ്റീവ് ആയി. HR വളരെ വലിയൊരു ഏരിയയാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻസ് ഇനി വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെയും ആവശ്യമുണ്ടെന്നറിയാം. പക്ഷെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ എക്സ്പേർട്സ് ഞാനല്ല. നമുക്ക് ടാക്സ്, കംപ്ലയൻസ്, അതിന്റെ സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൊഫഷണൽ അഡ്വൈസർ റോളില്, അല്ലെങ്കിൽ അഡ്വൈസറി റോളിൽ കിട്ടുന്ന ഷെയർസ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനത്തെ റോളിൽ ഇരിക്കുന്ന ഒരു പ്രൊഫൈലാണ് നമ്മുടെ. പക്ഷെ അത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഓഡിറ്ററിന് മാത്രമായിട്ട് കരുതാതെ നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൊല്ലാവസാനം ബില്ല് അയക്കുന്ന ഒരാൾ മാത്രമായിട്ട് വരാണ്ട് ശരി അതിന് വാല്യൂ അഡീഷൻ കിട്ടുന്നുണ്ടെന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു അതുപോലെ ഏത് ബിസിനസ്സിലും ഏത് ആൾക്കാരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ. ഇപ്പൊ എനിക്കറിയില്ല ഗവൺമെന്റിന്റെ ഈ ഒരു ഇതിൽ എത്രത്തോളം സപ്പോർട്ട്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾ ഏകദേശം 10 വർഷത്തോളം പുറത്ത് വർക്ക് ചെയ്തും ഒക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ നമുക്കിപ്പോ ഗൾഫിലൊക്കെ എവിടെയാണെങ്കിലും നമുക്ക് പേയ്മെന്റ് ലൈക്ക് ചെക്ക് ഭയങ്കര ഓണർ ചെയ്യാനായിട്ട് അത് ഭയങ്കര പ്രശ്നമാണ്. ഇന്ത്യയിൽ ഞാൻ കാണുന്ന ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് ചെക്ക് ഇപ്പൊ ചെക്ക് മടങ്ങിയാൽ തന്നെ അയാളുടെ അത് വാങ്ങിയെടുക്കാനുള്ള കാലതാമസം അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഭയങ്കര പ്രോബ്ലമാണ്.
അതെ. പക്ഷെ അവിടെയൊക്കെ നമുക്കത് പ്രശ്നമല്ല. ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഓണേഡ് എന്നുള്ള രീതിയിലാണ്. പണ്ട് ഞാൻ തന്നെ ചിരിച്ചു പറയായിരുന്നു, ഒരു ചെക്ക് ഇഷ്യൂ ചോദിക്കുമ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട്, ഇതൊരു തരാണ്ടെന്നുള്ളതിന്റെ ഒരു പ്രൂഫ് മാത്രമല്ല, അല്ലാണ്ട് എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട് ടു പേ എന്നുള്ളത് മാത്രമല്ല, അല്ലാണ്ട് ഞാൻ ഈ ഡേറ്റിൽ തരൂ എന്നുള്ള അർത്ഥത്തിലല്ലെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അവിടെ വരുമ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ചെക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ നമ്മൾ അടുത്ത മാസം ഡേറ്റ് ചെക്ക് കൊടുത്തു, പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പല ബിസിനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. ആ സൈഡിൽ ലീഗൽ സിസ്റ്റം സത്യം പറഞ്ഞ ഒരു വലിയ ഫെയിലർ ആണ് സത്യം, ഓപ്പൺലി പറയുകയാണെങ്കിൽ. കാരണം നമ്മള് ഇപ്പൊ പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവന് സ്ട്രേറ്റ് നമ്മൾ ക്രിമിനൽ കേസായിട്ട് നേരെ അകത്തോട്ട് പോകുന്ന കേസ്, ഒരു കൺസേൺ ഫിയർ ഫാക്ടർ ഉണ്ട്. ഇവിടെ അത് ലെവലേ ശരിയെന്ന് പറയാം. സിവിലിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആയുസ് തീർന്നാലും ഇങ്ങനത്തെ കേസുകൾ തീരില്ല. ആൻഡ് അതിനൊരു ക്രിമിനൽ ഒരു പശ്ചാത്തലം കൊണ്ടുവരാനും പറ്റില്ല. ക്ലിയർലി ജുഡീഷ്യറി അതിനെ കൊണ്ടിട്ട് സിവിൽ മാറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിവിൽ മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പാരാമീറ്ററിൽ പോയിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ലീഗൽ സിസ്റ്റത്തിന് ഒരു പാളിച്ചാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇഷ്ടം പോലെ കേസുകളുണ്ട് അങ്ങനത്തെ ആൾക്കാര് ഈ പറഞ്ഞ തീർച്ചയായിട്ടും തരാറുണ്ട്. ശരി, കോവിഡിന്റെ സമയത്ത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടായ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ചിലവര് അതൊരു ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഒരു ഭാഗമായിട്ട് വരുമ്പോ അതൊക്കെ ആ ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പേരാണ് അതിൽ മോശമാവണമെന്നുള്ളത് ചിലർ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു ചാർട്ടർ അക്കൗണ്ട് ഒരു പോളിസി ഡിഫൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പോളിസി പ്രോപ്പർ ആയിട്ട് നമ്മളൊരു ഓർഗനൈസേഷനിൽ ഡിഫൈൻ ചെയ്താൽ ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറയും. ഇല്ലെന്നല്ല പറഞ്ഞാൽ, എന്നാലും കുറയും. മറ്റത് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടുക, ടേൺ ഓവർ കൂട്ടുക എന്നുള്ള ലെവലിൽ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ടീം തന്നെ ആ ഒരു വഴിക്ക് വിട്ടുപോകും. കുറച്ച് കഴിയുമ്പോഴാണ് അറിയണത് ഹ്യൂജ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുന്നില്ല, ചില കേസുകൾ റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെയൊക്കെ പോകുന്നു. സെയിൽസുകാരന് ടാർഗറ്റ് കൊടുത്തങ്ങ് വിട്ടേക്കും. അവന്റെ ലക്ഷ്യം ഈ ടാർഗറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കളക്ഷനും കൂടെ അവന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ വരാണ്ട് അത് സംഭവിക്കില്ല. ഒത്തിരി പെർസെന്റേജ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവും കളക്ഷൻ പറ്റാത്തത് കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടുള്ള ഒത്തിരി ബിസിനസ് നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയുള്ള ഏത് ഏരിയ നമ്മൾ നോക്കിയാലും ഒരു ചാർട്ടർ അക്കൗണ്ടന്റിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഏരിയാസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ടാക്സേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ പുറത്ത് ഇപ്പൊ കൺസൾട്ട് വേറെ എന്താണ് ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ CFO എന്ന് പറഞ്ഞ ഒരു റോളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവർക്കൊരു മിഡ് സൈസ്ഡ് കമ്പനികൾക്കൊക്കെ ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിനെ ഹയർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവർ ബെയർ ചെയ്യാൻ പറ്റില്ല അവർക്ക്. നേരെ മറിച്ച് വെർച്വൽ CFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളില്ല. അതായത് ഒരു മന്ത്ലി വിസിറ്റ്സ് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. പക്ഷെ അത് സ്ട്രാറ്റജിക് മീറ്റിംഗിലായിരിക്കും കൂടുതലും. എല്ലാ മാസവും MIS-ന്റെ ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കും. അവർ മന്ത്ലി റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്ന അത് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് അനലൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാവാം. അല്ലെങ്കിൽ ഓരോ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളെയും കൂടെ ആ ബോർഡിൽ ഇരുത്തിക്കൊണ്ട് സംസാരിച്ച് അതിന്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാം, ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ടുള്ളതായിരിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേനും അവർക്ക് വളരെയധികം അവിടെ ഒരു വാല്യൂഡേഷൻ കിട്ടും. ആ ഒരു സംഭവം വെർച്വൽ CFO കിട്ടും. ഇല്ലെങ്കിൽ നേരെ മറിച്ച് ഇന്റേണൽ ഓഡിറ്റ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. മന്ത്ലി ഇന്റേണൽ ഓഡിറ്റ് ആവും, ക്വാർട്ടർലി അയക്കാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലം അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നോക്കണേക്കാളും ഭേദം നമുക്ക് സ്ട്രക്ചർ ചെയ്ത് ഈ സമയം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ടാക്സ് വരെ എത്രത്തോളം ഏകദേശം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. പലിശയും അത് നമുക്ക് കോസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ആ വരുന്നതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പലിശ, പീനൽ ചാർജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു അതിനു വേണ്ടി തരുന്ന ഒരു ചാർജിനേക്കാൾ കൂടുതൽ നമുക്ക് അത് സേവ് ചെയ്യാം. അത് ആൾക്കാർ മനസ്സിലാക്കുന്നതാണ് എല്ലാവരും ബോധറേഷൻ. നിങ്ങൾക്ക് 100 രൂപ തരുമ്പോ 1000 രൂപ സേവ് ഇവര് കാരണം ചെയ്തു എന്നുള്ളത് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. എത്രയോ പേര് IT ഫയൽ ചെയ്ത് ഡേറ്റ് കഴിഞ്ഞ് നമ്മള് റിമൈൻഡേഴ്സ് ആക്കി പോണത്. നേരെ മറിച്ച് ഡേറ്റ് കഴിയുമ്പോൾ 1000 രൂപയുടെ പീനൽ ചാർജ് വന്നു. നമ്മൾ കാരണമല്ല, കാരണം ഡിപ്പാർട്ട്മെന്റ് IT തന്നെ 1000 രൂപ എന്നുള്ളത്. ആ 1000 രൂപ ഇത് എന്തുകൊണ്ട് വന്നു? നമുക്ക് തരുന്ന പൈസയും കൂടെ അല്ലത്, ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഈവൻ ESI ഒരു ദിവസമൊക്കെ വൈകിയാൽ തന്നെ അത് ഓട്ടോ ജനറേറ്റഡ് ആണ് വരുന്നത്. ഓട്ടോ ജനറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓഫീസറെ പോയി കണ്ട് കുറച്ചാന്നൊക്കെ പറയാം. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം ഓട്ടോ ജനറേറ്റഡ് ആയിട്ടാണ് വരുന്നത് പല കാര്യം. ഇപ്പൊ GST എന്ന് പറഞ്ഞാൽ GST വലിയൊരു ഏരിയ ആണ്. നോട്ടീസുകളുടെ ഇനി തുടങ്ങുവാണ്. ആക്ച്വലി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു റിക്വയർമെന്റ് തന്നെ വന്നേക്കുന്നത് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്ത് പോകാനുള്ള രീതിയിലാണ്. GSTയുടെ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ പ്രശ്നങ്ങൾ. കാരണം
ഒരു കൂളിംഗ് പീരീഡ് കഴിഞ്ഞു GSTയുടെ. ഓ അവര് തന്നെ റിലാക്സേഷൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇനിയിപ്പോ ഈച്ച് ആൻഡ് എവറിത്തിങ് എവിടെ കണ്ടാലും അതിനനുസരിച്ചൊക്കെ എല്ലാം നമുക്ക് അത് ലോജിക്കലാവാം ഇല്ലോജിക്കലാവാം എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതലും ഇങ്ങനെ ചാർട്ടർ അക്കൗണ്ട്സുമായിട്ട് നല്ല അസോസിയേറ്റ് ചെയ്ത് പോകുക ബന്ധം കൂടി വരിക എന്നുള്ളത്. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഒരു ചാർട്ടർ അക്കൗണ്ട്സിന്റെ റോള് കുറയില്ലേ? തീർച്ചയായും. അത് കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ വരുന്ന ഏരിയാസ് കുറച്ച് ഏരിയ നമുക്ക് എങ്ങനെയായാലും വന്നുകൊണ്ട് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഫേം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ GST ചെയ്യാൻ സ്പെക്ട എന്ന സോഫ്റ്റ്വെയർ, വിൻമാൻ ഓട്ടോമാറ്റിക്കലി പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഓഡിറ്റ് ടൂൾസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രയൽ ബാലൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ബാലൻസ് ഷീറ്റ് ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് ചെയ്ത് തരും. അതിൽ സാമ്പിളിങ്, ഓഡിറ്റ് സാമ്പിളിങ് എല്ലാം ചെയ്യും. ഇനി വരുമ്പോ സമയം കുറയ്ക്കാം, പക്ഷെ അപ്പോഴും ഒപ്പിടണമല്ലോ എന്നുള്ള കാരണം കൊണ്ട് അവൻ നോക്കേണ്ട ഐഡിയാസ് അവൻ നോക്കിയേ പറ്റൂ. എത്രത്തോളം നമുക്കൊരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും. പക്ഷെ അത് കുറയും, നമ്മുടെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു വരും. നമ്മുടെ ആ ഏരിയ ആണ് നമ്മൾ കൺസൾട്ടിങ്ങിലോട്ടും അങ്ങോട്ടൊക്കെ പോകേണ്ടി വരുന്നത്. നമ്മൾ ഫോഴ്സ്ഡ് ആവും. കാരണം സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളിൽ ഒരു ഓഡിറ്റർ ഒപ്പിടുന്നില്ല, കൊല്ലത്തിന് അവസാനം ഒപ്പിടുന്നതിന് മാറി കൂടുതൽ കൺസൾട്ടിങ് റോളിലോട്ടായിരിക്കും ഇനി ഒരു ഓഡിറ്ററിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു ജേണി. അത് പല പുതിയ കാര്യങ്ങൾ, മെർജേഴ്സ് അക്വിസിഷൻ ആവാം, വാല്യുവേഷൻ, കാരണം സ്റ്റാർട്ടപ്സ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വാല്യുവേഷൻ ഏരിയയിലോട്ടാവാം. നേരെ മറിച്ച് ഇനി ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും ഇപ്പൊ ഒരു ഗ്രീൻ ടോക്ക് ആണല്ലോ. അപ്പൊ അത് ഒരു ഓഡിറ്റ് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ഓഡിറ്റ്, എനർജി ഓഡിറ്റ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ കാർബണിന്റെ ഇമിഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിങ്ങിന്റെ ഒരു കാലഘട്ടത്തിലോട്ട് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനൊക്കെ നമ്മുടെ റോൾ ആ ലൈനിലോട്ട് പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റ്സിലോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലോട്ട് പോകും. ഈ ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി റോളിൽ നിന്ന് മാറിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ ഏരിയയിലേക്കും കൂടി ഇനിയിപ്പോ നമ്മളുടെ സേവനങ്ങൾ സർട്ടിഫിക്കേഷൻസും ഉണ്ട്, അതിന് പഠിക്കണം. അപ്പൊ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി വേറെ ഏതെങ്കിലും ഏരിയ നമ്മളൊരു ഫേം തുടങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതിലിപ്പോ ഒരു ചാർട്ടർ അക്കൗണ്ടിന്റെ റോൾ എന്താണ്, ഏതൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ടച്ച് ചെയ്യാത്ത എന്തെങ്കിലും ഏരിയ ഉണ്ടോ? നമ്മളിപ്പോ പറഞ്ഞത് ബാക്കി കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എക്സ്പെർട്ടൈസിൽ വരാത്ത കാര്യങ്ങൾ, പക്ഷെ നിങ്ങളുടെ എക്സ്പെർട്ടൈസിൽ വരുമ്പോ നമുക്ക് ഒരു സജഷൻ എപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ഒരു ഇതിൽ പറയും, ഒരു ടിപ്പ് പോലെ പറയുവാണെങ്കിൽ, ഒരു ഓണ്ടർപ്രണർ എപ്പോഴും നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ബിസിനസ് ചെയ്ത് കംഫർട്ട് സോണിലുള്ള ഒരു ടിപ്പ് പോലെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കോവിഡ് എന്ന് പറയുന്ന സംഭവം വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു വലിയൊരു പാലപാഠം പഠിപ്പിച്ചു. അതായത് ഞാനൊരു സാധനത്തിൽ പിടിച്ചുകൊണ്ട് ആ സാധനമായിരുന്നു നമുക്ക് മാർക്കറ്റ് ഇല്ല, പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ലെങ്കിൽ സംഗതി പോയെന്നുള്ളത്. ആ സമയത്താണ് നമ്മൾ ബാക്കി ഓൺലൈനിന്റെ കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ പലരും ഡൈവേഴ്സിഫൈ ചെയ്ത് പല ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവരുണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ഓൺലൈൻ മേഖലയിലോട്ട് മാറ്റിയവരുണ്ട്. അപ്പൊ കാലഘട്ടം നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ട ഒരു വലിയൊരു ഫാക്ടറാണ്, നമ്മളൊരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ള സാധനത്തിനുപരി നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പയ്യെ ഇറ്റ് ക്യാൻ ബി സെയിം ലൈൻ ഓഫ് ബിസിനസിന് തന്നെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ നമ്മൾ സ്ഥിരമുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് റവന്യൂ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊപ്പം തന്നെ കംഫർട്ടിൽ നിന്ന് മാറി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പ്ലാൻ ബി വേണം. ഒരു പ്ലാൻ ബി കൂടെ അതാണ് കോവിഡ് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചത്. അപ്പൊ അത് വരുമ്പോഴത്തേനും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രീം ഉണ്ട്, അത് ടോട്ടലി ഡിഫറെന്റ് സ്ട്രീം ആവുന്ന ഒരിക്കലും പറയില്ല. അതിനോട് ബന്ധപ്പെടുന്ന അത് മാത്രമാവരുത്. ഇപ്പൊ എത്ര പേരാണ് പ്രൊഡക്റ്റ് മാറിയിട്ട് അതിന് കൂടെ സർവീസിലോട്ട് കയറിയ വലിയ ആൾക്കാരുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വാസ്റ്റ് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും സർവീസ് ഇൻഡസ്ട്രി പ്രൊഡക്ഷനേക്കാളും വളരെയധികം മെച്ചമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അതിലോട്ട് മാറുന്നതിന്റെ ഒരു ഫാക്ടർ ആൾക്കാരിലോട്ട് എത്തിക്കുക. അതായത് നിങ്ങളിങ്ങനൊരു എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാക്കി വെക്കുക. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ഇനീഷ്യലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതാം, ബട്ട് അഗെയിൻ അത് ഓവർ റണ്ണ് നമുക്ക് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുള്ളൂ. താങ്ക്സ് ലോട്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഒരു പലരും ജോലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്വപ്നമാണ് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുക, ഒരു ബിസിനസ് തുടങ്ങുക, ഒരു ഓണർ ആവുക എന്നുള്ളത്. അപ്പൊ അവരെങ്ങനെ തുടങ്ങണം, എന്തൊക്കെയാണ് അവർ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. അവിടെ ഒരു ചാർട്ടർ അക്കൗണ്ടന്റിന്റെ ഒരു സേവനവും തന്ന അഡ്വൈസിന് പ്രത്യേകം നന്ദി. ഇത് എല്ലാവരും എല്ലാവരും അത് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വർഗീസിനോട് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ നമ്പർ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, നിങ്ങൾക്ക് വന്ന് സംസാരിക്കാം. താങ്ക് യു.